Hello all. Today we are going to discuss about the topic 8th chapter of class 9 circle measures. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡയമീറ്റർ ആൻഡ് പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഇവിടെ ഒരു പോളിഗൺ തന്നിട്ടുണ്ട്. സോ ഈ ഒരു പോളിഗണിൻ്റെ 5 സൈഡഡ് പോളിഗൺ ആണ്. ഇതിൽ സൈഡ്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 2 cm, 3.5 cm, 2.5 cm, 1 cm and 4 cm. Here we have to calculate the perimeter of this polygon. അപ്പോൾ പെരിമീറ്റർ കണ്ടെത്താൻ വേണ്ടി നമുക്ക് എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ 4 + 1 + 2.5 + 3.5 + 2 = 13 cm ആണ് ഇതിൻ്റെ പെരിമീറ്റർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തരുന്ന പോളിഗൺ റെഗുലർ ആണെങ്കിലോ, ഇവിടെ നമുക്കൊരു റെഗുലർ പോളിഗൺ ഉണ്ട്. ഇറ്റ്സ് എ ഹെക്സഗൺ അല്ലേ, 6 സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ ആൻഡ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. സോ ഇറ്റ് ഇസ് എ റെഗുലർ ഹെക്സഗൺ. സോ ഇതിൽ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 2 cm ആയതുകൊണ്ട് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 6 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 cm എന്ന് കിട്ടും. ഓക്കെ, സോ വാട്ട് ക്യാൻ യു സേ അബൌട്ട് സർക്കിൾ? സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടെത്താൻ നമ്മൾ എന്താണ് ചെയ്യുക? ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ ത്രെഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് പെരിമീറ്റർ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് എല്ലാ കേസിലും നമുക്ക് പോസിബിൾ ആവണമെന്നുണ്ടോ? പോസിബിൾ ആവണമെന്നില്ല. നമുക്കൊരു പ്രോബ്ലം നോക്കാം. A piece of wire is to be bent into a circle of diameter 5 cm. What should be the length of wire? Okay, ഈ വയർ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിലുള്ള വയർ നമ്മൾ എന്ത് ചെയ്യാണ്, സർക്കിളായിട്ട് ബെൻഡ് ചെയ്യണം. സോ ആ വയറിൻ്റെ ലെങ്ത് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സർക്കിളിൻ്റെ ഡയമീറ്ററും അതുപോലെ സർക്കിളിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള റിലേഷൻ അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പെരിമീറ്റർ ഓഫ് എ സർക്കിളിനെ പറയുന്ന മറ്റൊരു പേരാണ് സർക്കംഫറൻസ്. ഓക്കെ, സോ എവിഡൻലി ദ ഡയമീറ്റർ ഇസ് മെയ്ഡ് ലാർജർ, ദ സർക്കംഫറൻസ് ഓൾസോ ബിക്കം ലാർജർ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. സർക്കിളിൻ്റെ ഡയമീറ്റർ കൂടുന്തോറും പെരിമീറ്ററും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചേഞ്ച്, അതായത് ഡയമീറ്റർ കൂടുമ്പോൾ പെരിമീറ്ററും കൂടുന്നു എന്ന് പറഞ്ഞു, ആ ചേഞ്ച് സെയിം സ്കെയിലാണോ അല്ലയോ എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. ആക്ച്വലി ആ ചേഞ്ച് സംഭവിക്കുന്നത് സെയിം സ്കെയിലിൽ തന്നെയാണ്. ഓക്കെ, ദ സർക്കംഫറൻസ് of circles are scaled by the same factor as their diameters. Okay, diameter എത്ര കൂടുന്നോ അതിനനുസരിച്ച് എന്തും മാറുന്നുണ്ട്, സർക്കംഫറൻസ് ഓഫ് സർക്കിളും ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, the circumference of a circle of diameter 2 meters is measured and found to be 6.28 meter. How do we compute the circumference of a circle of diameter 4 meters without actually measuring it? Okay, അപ്പോൾ നമുക്കിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 meters ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ആ 2 meter ഡയമീറ്റർ വരുന്ന സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 6.28 meters ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഹൗ ഡു വി കമ്പ്യൂട്ട് ദ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഓഫ് ഡയമീറ്റർ 4 meter വിത്തൗട്ട് ആക്ച്വലി മെഷറിങ് ഇറ്റ്? ഓക്കെ, ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ. സോ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ പറഞ്ഞു ഇവിടെ ഡയമീറ്റർ മാറുന്നതിനനുസരിച്ചിട്ട് സർക്കംഫറൻസിൽ മാറ്റങ്ങൾ വരുന്നത് സെയിം സ്കെയിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ 2 meter ഡയമീറ്ററുള്ള സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 6.28 meter ആണ് എന്നുണ്ടെങ്കിൽ 4 meter ഡയമീറ്ററിലുള്ള സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, 6.28 × 2 ചെയ്താൽ മതി അല്ലേ. 2ൻ്റെ ഡബിളാണ് 4. സോ 6.28ൻ്റെ ഡബിൾ ആയിരിക്കും നമ്മുടെ 4 meter ഡയമീറ്ററുള്ള സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. സോ ആൻസർ എത്ര വരും? 6.28 × 2 എന്ന് പറയുന്നത്
12.56 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും സെൻറ്റിമീറ്റേഴ്സ് അല്ല മീറ്റേഴ്സ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 1 മീറ്റർ. ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കണം. സർക്കിളിൻ്റെ ഡയമീറ്റർ 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് എത്രയാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 2 മീറ്റർ ആയിരുന്നപ്പോൾ 6.28 മീറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡയമീറ്റർ എത്രയാണ്? 1 മീറ്റർ ആണ് അല്ലേ? അപ്പോൾ സർക്കംഫറൻസ് എത്രയായിരിക്കും? ഈ 6.28ൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ? 2ൻ്റെ ഹാഫാണ് 1. സോ 6.28ൻ്റെ ഹാഫ് ആയിരിക്കും നമ്മുടെ ഇവിടെയുള്ള 1 മീറ്റർ ഡയമീറ്ററിലുള്ള സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 6.28 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ കിട്ടുക നമുക്ക്? 3.14 meters is the answer. ഓക്കെ, അപ്പോൾ 1 മീറ്റർ ഡയമീറ്ററിലുള്ള സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 3.14 meters ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ആൻഡ് ദ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഓഫ് ഡയമീറ്റർ 3 meters. 3 മീറ്ററിലുള്ള 3 മീറ്റർ ഡയമീറ്റർ വരുന്ന സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടെത്താനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 1 മീറ്ററിലുള്ളത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ 3 മീറ്ററിലുള്ളത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3.14 ഇൻറ്റു 3 ചെയ്താൽ മതി അല്ലേ? സോ ദ ആൻസർ ഇസ് 4 ഇൻറ്റു 3 ഇസ് 12. 9.42 is the answer. So 9.42 meters ആണ് 3 മീറ്റർ ഡയമീറ്റർ വരുന്ന സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പീസ് ഓഫ് വയർ ഈസ് ബെൻഡ് ഇൻ ടു എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 4 centimeters. If a wire of half the length is bent into a circle, what would be its diameter? ഇവിടെ നമുക്ക് ഒരു പീസ് ഓഫ് വയർ ഉണ്ട്. അതിനെ ബെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? 4 centimeter ഡയമീറ്ററുള്ള ഒരു സർക്കിളാക്കി മാറ്റാണ്. ഓക്കെ, സോ ഒരു വയർ എത്രയോ ലെങ്ത്തുള്ളൊരു വയറുണ്ട്. ഈ വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്ത് ഒരു സർക്കിളാക്കി മാറ്റുന്നു. ഓക്കെ, ആ കിട്ടിയിരിക്കുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 4 centimeter ആണ്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത്, ഇഫ് എ വയർ ഓഫ് ഹാഫ് ദ ലെങ്ത് ഇസ് ബെൻഡ് ഇൻ ടു എ സർക്കിൾ. ഈ തന്നിരിക്കുന്ന വയറിൻ്റെ പകുതി നീളമെടുത്ത് ചെറിയൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് കരുതാം. ഓക്കെ, സോ വാട്ട് വുഡ് ബി ഇറ്റ്സ് ഡയമീറ്റർ? അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ആദ്യത്തെ സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ പകുതിയാണ് ഈ രണ്ടാമത്തെ സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ലേ? ലെങ്ത് ഓഫ് ദി വയർ എന്ന് പറയുന്നത് അത് ബെൻഡ് ചെയ്യുന്ന സമയത്ത് സർക്കിളിൻ്റെ പെരിമീറ്റർ ആയിട്ട് മാറും, അതായത് സർക്കംഫറൻസ് ആയിട്ട് മാറും. സോ ഡയമീറ്ററും എന്ത് ചെയ്യും? അതുപോലെ ഹാഫ് ആവും അല്ലേ? സോ ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 meter ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. താങ്ക് യു.